ഇതെങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മീനൊക്കെ പിടിച്ചിട്ടൊന്ന് നോക്കാം. ഈ ഓസിലൂടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിത് ഈ കപ്പ് കൊണ്ട് ഇങ്ങനെ തേകി വറ്റിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ്ട് വറ്റിക്കാൻ കഴിയുന്നില്ല. കാരണം ആമ്പൽ ഇങ്ങനെ കേട് വരുന്ന ഇങ്ങനെ ഇനി ഇതിൽ മീനുണ്ടോയെന്ന് അറിയില്ല. ഈ ആമ്പൽ ചെടിയുടെ അടിയിൽ ഇനി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മീനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് എത്ര പീസ് ഉണ്ട് നോക്കാം. അപ്പോൾ അത് കുറച്ച് പീസ് ഉണ്ട്. ഇത് നമ്മൾ എണ്ണിയിട്ടില്ല, ഒന്ന് എണ്ണണം. ചിലത് വാലുമൊക്കെ കളറുമൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ ഇതാ അവിടെ കാണുന്ന ആകുമ്പോൾ ഇരിക്കുന്ന ഇതിലൊക്കെ നമ്മളൊക്കെ ഇനിയും ഗപ്പീസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മീനൊക്കെ കാണാൻ സബ് ചെയ്ത് വെച്ചോളി. വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താൽക്കാലികമായിട്ട് ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ സാധനത്തിലേക്കാണ് നമ്മൾ ഇവർ ഓരോരുത്തരെ കൗണ്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവരിത് നല്ല ഹാപ്പി ആയിട്ട് കാണാൻ കഴിയും. ഇപ്പം ഹാപ്പിയാണോ എന്നറിയില്ല, പിടിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഓരോരുത്തരായിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഒരു ചെറിയ സംഭവം കൂടി നമ്മളെ മീനെ പിടിച്ചപ്പോൾ ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ടപ്പോൾ നമ്മൾ 33 കിട്ടിയിരുന്നു. ഇപ്പം 36, 37. അത് എനിക്ക് തോന്നുന്നു ഇത് ആദ്യം ഇട്ട സമയത്ത് നമുക്ക് 39 കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ വറ്റിച്ച് പിടിച്ചതിന് ശേഷം നോക്കിയപ്പോൾ അത് 33 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും വറ്റിച്ച് നോക്കിയപ്പോഴും 33. പിന്നെ അതിൻ്റെ ഇടയിലൊറ്റ കുഞ്ഞുങ്ങൾ പെട്ടൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരെ നമുക്ക് തിരിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇടണം. ഇതിൽ ആ വാലിൽ ചുവപ്പുള്ള കുറച്ച് മീനുകളുണ്ടല്ലോ, ഗപ്പി കുട്ടികൾ, അവരെ നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിലേ നമുക്ക് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി കാണിക്കാൻ പോകുന്നത് ഇവരെ ആ ടാങ്കിലേക്ക്, അവരുടെ ടാങ്കിലേക്ക് തന്നെ മാറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഈ ടാങ്കിലേക്ക് വെള്ളം നിന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരെ ടെമ്പറേച്ചർ കറക്റ്റാക്കാനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആ വാലന്മാരെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആമ്പലൊക്കെ അതായത് ഉയർന്ന് വരുന്നുള്ളൂ. വെള്ളം ആഡായാലേ ആമ്പലൊക്കെ ഒന്ന് ഉയരുള്ളൂ. കുറച്ച് ടൈം എടുക്കും. ഇത് നമ്മൾ ലോ ബഡ്ജറ്റിൽ ഇതൊരു ടാങ്കാണ്. അത്യാവശ്യം കുറച്ചൊക്കെ മീനൊക്കെ ഉൾക്കൊള്ളും. അപ്പോൾ ഇതുപോലത്തെ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അടുത്തല്ല വരും ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് ആമ്പൽ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോ മീനുകളെ ഇതിലേക്ക് ഇടാം. പിന്നെ അതിലത്തെ വാലന്മാരെ മാറ്റിയും വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ മീൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതില്ലായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് എണ്ണിയപ്പോൾ മാറിപ്പോയതായിരുന്നു. അത് കുറച്ച് ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പീസ്. ഈ വാലിന് കളറുള്ള ഗപ്പീസ് നമ്മൾ മാറ്റിയിടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവന്മാരെ നമുക്ക് മാറ്റിയിടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാറ്റിയിട്ട ടാങ്കൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.